ഈ ഇലക്ഷൻ കഴിഞ്ഞു, റിസൾട്ടും വന്നു. ജയിച്ച മുന്നണിയും ജയിച്ചു, പരാജയപ്പെട്ട മുന്നണിയും ജയിച്ചു. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി പരാജയപ്പെട്ട മുന്നണി ആത്മവിശ്വാസത്തോടെ തങ്ങളുടെ പരാജയത്തെ വിജയമായി കാണുന്നൊരു പ്രതിഭാസം. വോട്ടേഴ്സ് മുന്നോട്ട് വെച്ച ഈ മാൻഡേറ്റ് രാജ്യത്തിൻ്റെ ഭാവിയിലുള്ള റിഫോർമേഷന് വിഘ്നം സൃഷ്ടിക്കില്ലെന്ന ഒരു പ്രതീക്ഷയോടുകൂടി സ്റ്റേബിളായിട്ടുള്ളൊരു മുന്നണിക്ക് തന്നെ ഗവൺമെൻറ് രൂപീകരിച്ച് ഭരണചക്രം തിരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. രാഷ്ട്രീയപരമായ കാര്യങ്ങൾ കൊണ്ടല്ലാതെ തന്നെ ഈ സാമ്പത്തിക വർഷത്തിൽ വലിയ വളർച്ച നേടാൻ സാധിക്കുന്ന വ്യത്യസ്ത സെക്ടറുകളിലെ സ്റ്റോക്കുകളെക്കുറിച്ചുള്ള ഒരു വിശകലനമാണ് ഈ ഓഡിയോയിലുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ടെലികോം സെക്ടറുമായി ബന്ധപ്പെട്ടിട്ടാണ്. എയർടെൽ, വോഡാഫോൺ, ഇൻഡസ് ടവർ ഈ 3 കമ്പനികളാണ് ഈ സെക്ടറിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ. ഈ വർഷം ARP അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോൾ വലിയ രീതിയിൽ ഈ കമ്പനികളിലൊക്കെ വളരാൻ സാധ്യതയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വരുമാനം ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ആലോചിക്കുമ്പോൾ വളരെ മികച്ചതാണ്. ഈ അടുത്ത കാലത്താണ് വോഡാഫോൺ 25,000 കോടി രൂപയോളം നേടിയെടുത്തത്. മാത്രമല്ല പ്രൊമോട്ടേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് 2,000 കോടി രൂപയും കമ്പനിക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ മുന്നോട്ട് പോകുന്നത് 4G, 5G സൈറ്റുകളുടെ എണ്ണം കൂട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. എയർടെൽ, വോഡാഫോൺ ഈ 2 കമ്പനികൾ നല്ല രീതിയിൽ പെർഫോം ചെയ്താൽ അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ഇൻഡസ് ടവർ എന്നുള്ള കമ്പനിയാണ്. ഇൻഡസ് ടവർ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ടവറുകൾ മുഖേനയാണ് ഈ 2 കമ്പനികളും വയർലെസ് നെറ്റ്വർക്ക് കണക്ട് ചെയ്യുന്നത്. അടുത്തത് ഹോട്ടൽ ഇൻഡസ്ട്രിയാണ്. ഓരോ ക്വാർട്ടർ കഴിയുന്തോറും ഹോട്ടൽ ഇൻഡസ്ട്രി സ്റ്റോക്കുകൾ വരുമാനം കൂടുന്നുണ്ട്. ലെമൺ ട്രീ ഹോട്ടൽസ് എന്ന കമ്പനി കഴിഞ്ഞ ദിവസം അതിൻ്റെ ആനുവലി റിസൾട്ട് പബ്ലിഷ് ചെയ്തിരുന്നു. ഈ കമ്പനിയുടെ എല്ലാ സെഗ്മെൻറ്റിലും നല്ല വളർച്ച ഉണ്ടാകുന്നതായിട്ടാണ് ബാലൻസ് ഷീറ്റിൽ കാണാൻ സാധിക്കുന്നത്. അവരുടെ ഓറിക്ക, റെഡ് ഫോക്സ്, കീ ലൈറ്റ് തുടങ്ങിയ ഹോട്ടലുകളൊക്കെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. താജ് ഹോട്ടൽ, IHCL തുടങ്ങിയ ഹോട്ടൽ ഇൻഡസ്ട്രി കമ്പനികളും മികച്ചതാണ്. ഈ അടുത്ത കാലത്തായിട്ട് ITC എന്നുള്ള കമ്പനിയും ഹോട്ടൽ ഇൻഡസ്ട്രിയായി ബന്ധപ്പെട്ടിട്ട് അവരുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള താല്പര്യത്തിലാണ്. അതിനുവേണ്ടി ITC ഡീമർജ് ചെയ്യുന്നത് പോലും ആലോചനയിലാണ്. പുതിയ കാലത്തിൻ്റെ വളർച്ച എന്നോണം ഹോട്ടൽ ആൻഡ് ടൂറിസം രംഗത്ത് വലിയ രീതിയിലുള്ള വരുമാനം ആർജിക്കാൻ ഓരോ രാജ്യത്തിനും സാധിക്കുന്നുണ്ട്. ഇന്ത്യയിലും ഈ സ്ഥിതി വലിയ രീതിയിൽ ഗുണം ചെയ്യുന്നുള്ളതാണ് കണക്കുകൾ കാണിക്കുന്നത്. പാൻഡമിക്കിൻ്റെ സമയത്ത് പല ഇത്തരം കമ്പനികളിലും താരതമ്യേന കുറഞ്ഞിരുന്ന ഗ്രോത്ത് അതിനുശേഷമുള്ള ഈ 4 വർഷം കൊണ്ട് വലിയ രീതിയിൽ നേട്ടം കൈവരിക്കുന്നതായിട്ടാണ് സൂചിപ്പിക്കുന്നത്. ട്രാവൽ ആൻഡ് ടൂറിസം സെക്ടറിൽ നിന്ന് ഈസി മൈ ട്രിപ്പ്, റേറ്റ് ഗെയിൻ തുടങ്ങിയ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കമ്പനികൾ വരെ മികച്ച രീതിയിൽ വളരാനുള്ള ചാൻസ് കാണുന്നുണ്ട്. ടെക്നോളജി കമ്പനികളിലേക്ക് നോക്കിയാൽ ഇന്ത്യയുടെ NVIDIA എന്ന് വിശേഷിപ്പിക്കുന്ന നെറ്റ്വെബ് ടെക്നോളജീസ് ഇന്ത്യ ലിമിറ്റഡ് എന്നുള്ള കമ്പനി കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ തന്നെ 80% ഗ്രോത്ത് നേടിയ കമ്പനിയാണ്. ടാറ്റ കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡ് അതുപോലെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നൊരു കമ്പനിയാണ് ഈ സാമ്പത്തിക വർഷത്തിൽ പ്രത്യേകിച്ചും. എല്ലാ ടെലികോം കമ്പനികൾക്കും ബാക്ക് ബോൺ ആയിട്ട് ടാറ്റ കമ്മ്യൂണിക്കേഷൻസിൻ്റെ ഡാറ്റാസാണ് പ്രവർത്തിക്കുന്നത്. കൂടാതെ മാപ്മൈ ഇന്ത്യ അതായത് CE ഇൻഫോസിസ്റ്റം ലിമിറ്റഡ് എന്നുള്ള കമ്പനി ഈ സാമ്പത്തിക വർഷത്തിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അതിൻ്റെ ഫണ്ടമെൻ്റൽ ആൻഡ് ടെക്നിക്കൽ അനാലിസിസ് നോക്കുമ്പോൾ അത് കൂടുതൽ അനുകൂല ഘടകമായിട്ടാണ് കാണുന്നത്. ടെക് കമ്പനികളുടെ കൂട്ടത്തിൽ CE ഇൻഫോസിസ്റ്റം ലിമിറ്റഡ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൈം കാൻഡിഡേറ്റ് ആണെന്ന് തന്നെ. എന്നാൽ ജനറലായി പറയുമ്പോൾ IT സെക്ടർ നല്ലതായി വരണമെങ്കിൽ US ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കണം. അതിന് ഡിസ്ക്രിഷണറി സ്പെൻഡിങ് കൂടണം. അതിന് ഇൻട്രസ്റ്റ് റേറ്റ് കുറയണം. ഇങ്ങനെ കുറേ കണ്ടീഷൻസ് ഉള്ളതിനാൽ അതൊക്കെ ബെറ്റർ ആകുന്നതിലൂടെ ഇന്ത്യൻ IT സെക്ടറും ലീഡിംഗ് കമ്പനികളിൽ മുന്നേറ്റം ഉണ്ടാകും. ബാറ്ററി സ്റ്റോക്സ് അമരരാജ, എക്സൈഡ് തുടങ്ങിയ കമ്പനികൾ നന്നായി പെർഫോം ചെയ്യും. ലിഥിയം വളരെ പ്രധാനപ്പെട്ട ഒരു മെറ്റീരിയലാണ് ഈ മേഖലയിൽ. അതിൽ ഏത് കമ്പനി കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നോ അവർക്കാണ് സക്സസ്ഫുൾ ആകാനുള്ള റേറ്റ് കൂടുതലും. ആസാദ് എഞ്ചിനീയറിംഗ്, ടാറ്റ ടെക്നോളജി തുടങ്ങിയ കമ്പനികൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിക്ക് ബാക്ക് ബോണായി സാങ്കേതികവിദ്യ പ്രദാനം ചെയ്യുന്ന കമ്പനികളായതുകൊണ്ട് തന്നെ നേട്ടങ്ങൾ കൊയ്യും. CAMS, BSE, CDSL തുടങ്ങിയ കമ്പനികൾ എന്തായാലും വളരും. പ്രത്യേകിച്ചും സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള ഈ കമ്പനികൾ ഡൈനാമിക് ആയിട്ടുള്ള യൂത്ത് പോപ്പുലേഷൻ ആയതുകൊണ്ട് തന്നെ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ താല്പര്യം കാണിക്കുന്നു. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക്
സർവീസ് കൊടുക്കുന്ന BSE, ഏഞ്ചൽ വൺ, CDSL, CAMS, 360 ONE കമ്പനികൾ നന്നായി പെർഫോം ചെയ്യും. എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ നിന്ന് ഇമേജിക്ക എന്ന കമ്പനി പുതുതലമുറയുടെ താൽപ്പര്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള സർവീസ് നൽകാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇത്തരം കമ്പനികൾക്ക് ഈ ഇൻഡസ്ട്രിയിൽ വലിയ രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കും. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലേക്ക് നോക്കുമ്പോൾ അവിടെ ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് കാണുന്ന കാര്യം ഭീമമായിട്ടുള്ള ടാക്സ് ആണ്. ഇതുകൊണ്ടാണ് ഈ ഇൻഡസ്ട്രി അതിൻ്റെ പൊട്ടൻഷ്യലിനനുസരിച്ചുള്ള ഒരു വളർച്ച വരാത്തത്. ഒരു വർഷം 3 മില്യൺ കാറുകൾ വിൽക്കപ്പെടുന്നുണ്ട്. എന്നാൽ 7% മാത്രമാണ് ഓരോ വർഷവും വരുന്ന വളർച്ച. ഇതിൻ്റെ കാരണം ടാക്സ് ഇൻക്രീസ് ആയതാണ്. ഇതിനെ ഗവൺമെൻറ് അഡ്രസ്സ് ചെയ്യാതെ ഈ ഇൻഡസ്ട്രി കമ്പനികൾക്ക് വലിയ പ്രോഫിറ്റ് നേടാൻ കഴിയില്ല. സാധാരണക്കാരുടെ വാഹനമായ 2 വീലറിന് പോലും 28% ടാക്സ് ഉണ്ട്. ഗവൺമെൻറ് ഈ കാര്യത്തിൽ ഈ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടിട്ട് കൊണ്ടുവരുന്ന പോളിസികൾക്ക് അനുസരിച്ചിരിക്കും ഈ ഇൻഡസ്ട്രിയിലുള്ള സ്റ്റോക്കുകളുടെ ഭാവിയും. ഫാർമ ഹെൽത്ത് കെയർ സെക്ടർ. ഫാർമ കമ്പനികളിൽ കൂടുതലും എക്സ്പോർട്ട് ആണ് ചെയ്യുന്നത്. ആ കമ്പനികൾക്ക് വേണ്ട കാര്യമായ പോളിസികളൊന്നും ഗവൺമെൻറ് എടുത്തില്ലെങ്കിൽ പോലും ഇന്നൊവേഷൻ പുതിയതായിട്ട് കൊണ്ടുവരുന്നതിലൂടെ ഈ കമ്പനികൾക്കൊക്കെ വേൾഡ് മാർക്കറ്റിൽ അവരുടേതായിട്ടുള്ള സ്ഥാനം നേടാൻ സാധിക്കുകയും അത് അവരുടെ വരുമാനവും മാർജിനും കൂട്ടുന്നതിനും കാരണമാകും. ഹെൽത്ത് കെയർ സെക്ടറുമായി ബന്ധപ്പെട്ടിട്ട് ഫാർമ കമ്പനികളല്ലാത്ത കമ്പനികളുടെ ഒരു ബാസ്ക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. പ്രത്യേകിച്ചും പാൻഡമിക്കിന് ശേഷം ഇത്തരം കമ്പനികൾക്കുണ്ടായിട്ടുള്ള മികച്ച വളർച്ച സൂചിപ്പിക്കുന്നത് ഭാവിയിലും ഇത്തരം കമ്പനികളിൽ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും സ്കെയിലിങ്ങും സംഭവിക്കും എന്നുള്ളതാണ്. പൊതുവായി അഭിപ്രായപ്പെട്ടാൽ ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികളെ, റിന്യൂവബിൾ എനർജി, ഈ 2 സെക്ടറിൽ നിന്നുള്ള കമ്പനികൾക്ക് ഗ്ലോബൽ ഒബ്ലിഗേഷൻ ഉള്ളതിനാൽ നന്നായി പെർഫോം ചെയ്യാൻ സാധിക്കും. ഫുഡ് സെക്ടറിൽ നിന്ന് സൊമാറ്റോ നല്ല രീതിയിൽ പെർഫോം ചെയ്യും. പ്രത്യേകിച്ചും തുടക്കത്തിലുണ്ടായിരുന്ന അവരുടെ ബാധ്യതകളൊക്കെ തീർത്ത് കമ്പനി ഒരു വളർച്ച നേടുക എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടതും സെക്ടർ എന്ന് പറയുന്നത് FMCG സെക്ടറാണ്. മൺസൂൺ ഈ വർഷം ഇതുവരെ നോർമലാണ്. വിൻഡ് പവർ ജനറേഷൻ ഇതൊക്കെ നിലവിലെ ഗ്രോത്ത് തുടർന്നാൽ, അതുപോലെ ഇൻഫ്ലേഷൻ കുറഞ്ഞാൽ, ജനങ്ങൾ പർച്ചേസ് ചെയ്യാൻ സാധിച്ചാൽ FMCG ഡ്യൂറബിൾ ഗുഡ്സ് വാങ്ങാൻ സാധിക്കും. ഇതുകൊണ്ടൊക്കെ ഈ മേഖലയിലുള്ള സ്റ്റോക്കുകൾ വലിയ രീതിയിൽ കയറി വരാനുള്ള സാധ്യതയുണ്ട്. പൊതുവെ മാർക്കറ്റിൽ ഒരു ബെയറിഷ് ട്രെൻഡോ ഒരു നെഗറ്റീവ് ട്രെൻഡോ കാണിച്ചു കഴിഞ്ഞാൽ FMCG സ്റ്റോക്കുകളിലാണ് അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകാറുള്ളത്. FMCG സ്റ്റോക്കുകളുടെ കഴിഞ്ഞ ഒരു 2-3 ദിവസത്തെ ഗ്രോത്ത് എന്ന് പറയുന്നത് വലിയ രീതിയിൽ നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും രാജ്യത്തെ പൊതുജനങ്ങളെ എല്ലാവരെയും ഒരുപോലെ സ്വാധീനിക്കുന്ന ഒരു സെക്ടറാണ് FMCG പ്രോഡക്റ്റുകൾ. അതുകൊണ്ട് തന്നെ പുതിയ ഗവൺമെൻറ് ഈ മേഖലയെ ബന്ധപ്പെട്ട് എടുക്കുന്ന പോളിസികൾ ഈ മേഖലയ്ക്ക് കൂടുതൽ ഗുണം ചെയ്യും എന്നുള്ളതാണ്. ഇതിൽ അഭിപ്രായപ്പെട്ടുള്ള സ്റ്റോക്കുകളൊക്കെ പഠനവിധേയമാക്കാൻ നോക്കുക. നിങ്ങളുടേതായ ഭാഗത്തു നിന്നുള്ളൊരു വിശകലനം ചെയ്ത് നല്ല കമ്പനികൾ, നല്ല സെക്ടറുകളിലുള്ള കമ്പനികൾ തിരഞ്ഞെടുത്ത് അതിൽ ഒരു സ്വിംഗ് ട്രേഡ് ലോങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു 1 ഇയർക്ക് കാലാവധിയിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് കരുതി ഇൻവെസ്റ്റ് ചെയ്യുക. നല്ല പ്രോഫിറ്റ് നേടാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.